തലസ്ഥാന നഗരം പോരാട്ട ചൂടിൽ തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് വൈഷ്ണയാണ്. വൈഷ്ണ എന്ന് പറയുമ്പോൾ പരിചയപ്പെടുത്തേണ്ടതില്ല, മുട്ടട വാർഡിൽ നിന്നും മത്സരിക്കുന്ന വൈഷ്ണ ഇപ്പോഴും വലിയൊരു കേരളത്തിൻ്റെ ജനാധിപത്യ കേരളത്തിൻ്റെ ഒരു അംബാസിഡർ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു വൈഷ്ണ. എന്തു തോന്നുന്നു? അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ജനാധിപത്യത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അംബാസിഡർ എന്ന് പറയാനായിട്ടൊന്നും പറ്റില്ല. നീ പറഞ്ഞ പോലെ നമുക്കൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ നിയമത്തിന്റെ സഹായം തേടി, ജനാധിപത്യം അനുസരിച്ച് ഉള്ള ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ട് നമ്മൾ നിയമത്തിന്റെ സഹായം തേടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അത്രയും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ലഭിക്കുകയുണ്ടായി. അത്രേ ഉള്ളൂ. അല്ല, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കുക, അത് പാതി വഴിയിൽ വെച്ച് നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടുക. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവത്തിൽ തന്നെ വലിയൊരു രണ്ട് തരം പോരാട്ടങ്ങൾ, നിയമ പോരാട്ടവും അതുപോലെ തന്നെ രാഷ്ട്രീയ പോരാട്ടവും ചേരുന്നു. ഇതിൽ നിന്ന് വിഷമമുണ്ടായ? അല്ല, വിഷമമുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഒരാഴ്ച കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. കാരണം അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സമയം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാഹചര്യം തന്നെയായിരുന്നു. നമ്മളൊരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ജനങ്ങളിലേക്ക് എത്താൻ പറ്റാതെ നമ്മൾ നിയമത്തിൻ്റെ പുറകെ പോകേണ്ടി വരുന്നു, ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മറ്റു കാര്യങ്ങളിലേക്ക്, അതായത് ജനങ്ങളെ കാണുക എന്നുള്ളതിലുപരിയായി മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്രയും ക്രിട്ടിക്കൽ തന്നെയായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു KSU കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതാണോ അപ്രതീക്ഷിതമാണോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ഞാൻ വിദ്യാർത്ഥി പക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ഒരാളാണ്. നിലവിൽ KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് തന്നെ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ളൊരു അങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ലല്ലോ. നമ്മൾ ഇടയിലേക്ക് ഇറങ്ങുന്നു, അവർക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ സമൂഹത്തിലും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ അതൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ പ്രത്യേകിച്ചൊരു UDF പോലുള്ള ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് എത്തുമ്പോൾ നമ്മളെ പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഒരു സീറ്റ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയി ഇറങ്ങുകയാണ് ഒരു മാസക്കാലം. ആ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വലിയൊരു കുറേ പ്രതിസന്ധികളും കാര്യങ്ങളും പിന്നെ കുറേ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ തന്നെയാണല്ലോ. പെട്ടെന്ന് തന്നെ ഈ ജില്ലാ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ സംസ്ഥാന തലത്തിൽ സൗഹൃദ വലയങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ചർച്ചയാക്കപ്പെടുന്ന വിഷയങ്ങളോ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലോക്കൽ ബോഡിയിൽ മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പം നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്കാണ്. നമ്മുടെ ആ വാർഡിനകത്ത് വരുന്ന ആളുകളിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി എയിം ചെയ്യുക. അപ്പോൾ പിന്നെ അതിന് ശേഷമേ നമ്മൾ ഈ സംസ്ഥാന തലത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കല്ലാതെ തന്നെയുള്ള സൗഹൃദ ബന്ധങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട്. കാരണം KSUയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകളുമായി സൗഹൃദ ബന്ധമുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും നമുക്ക് പരിചയക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് ആ ഒരു ജില്ലയിൽ പോയാൽ നമുക്ക് അവിടെ വിളിക്കാൻ സുഹൃത്തുക്കളുണ്ട്, പിന്നെ കൂടെ പഠിച്ചവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഫീലൊന്നുമില്ല. പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ വാർഡിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് കൂടുതലായി ഇറങ്ങുക, അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കേൾക്കുക, അവരുടെ പരാതികൾ കേൾക്കുക, അവരുടെ അനുഭവങ്ങൾ കേൾക്കുക, അവരുടെ കൺഫ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കേൾക്കുക, അവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് അതുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പകപോക്കലായിരുന്നു ഈ ഒരു നിയമക്കുരുക്കിലേക്ക് നയിച്ചതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അതിനൊരു മറുപടി ഇപ്പം ഞാൻ പറയാൻ ആരുമല്ല. കാരണം ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. നമ്മളത് മത്സര രംഗത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് അത് പറയേണ്ട ആൾ ഞാനല്ല. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു കേസിനെ കുറിച്ചും അത് എങ്ങനെയാണ് വന്നതെന്നും അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു എന്നുള്ള എല്ലാം തന്നെ പാർട്ടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായി എനിക്ക് ആ ഒരു വിഷയത്തിലൊന്നും തന്നെ പറയാനില്ല. ഏതായാലും മുട്ടട വാർഡ് ഒരു LDFൻ്റെ സിറ്റിംഗ് സീറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വാർഡിൽ മത്സരിക്കുകയും ചെറിയ ഒരു അനുഭവം വളരെ കുറഞ്ഞ ഒരു സമയത്ത് ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ, സംസ്ഥാനം ശ്രദ്ധിക്കുന്ന ഒരു മത്സരത്തിൽ പൂർണ്ണമായും വിജയപ്രതീക്ഷയാണോ? തീർച്ചയായും നമ്മൾ ഇത്തവണ മുട്ടട വാർഡ് പിടിച്ചെടുക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. ഞാൻ മാത്രമല്ല, UDF-ന്റെ ഓരോ സഹപ്രവർത്തകരും അങ്ങനെ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. ഈ പറഞ്ഞ പോലെ LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ കൂടെയുള്ള കാൻഡിഡേറ്റ്സ് ആരും തന്നെ മോശക്കാരൊന്നും അല്ല കേട്ടോ. എല്ലാവരും അത്യാവശ്യം നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഫൈറ്റ് എന്തായാലും അവിടെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും മുട്ടട വാർഡ് ഇത്തവണ UDF എന്തായാലും പിടിച്ചെടുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്.